വടകരയിൽ രേഖകളില്ലാതെ കടത്തിയ 1,04,00,000 രൂപയുമായി ഒരാൾ പിടിയിലായി. വടകര ഒന്തം റോഡിൽ ജ്വല്ലറി ഉടമയായ മനോജാണ് പിടിയിലായത്. ഡാൻസാഫിന്റെ നേതൃത്വത്തിൽ വടകര പോലീസാണ് പണം പിടികൂടിയത്. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? എന്തായിരുന്നു ഉദ്ദേശം? പൂജ, വടകരയിൽ മനോജ് ജ്വല്ലറി എന്ന പേരിൽ ജ്വല്ലറി നടത്തുന്ന അതിന്റെ ഉടമയായ മനോജിനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അദ്ദേഹം കാറിൽ പണം കടത്തി കൊണ്ടുവരികയായിരുന്നു. കൃത്യമായ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് വാഹനത്തിൽ, കാറിലെ ബസ്സിലൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന പണത്തിന് കൃത്യമായ ഒരു കണക്കുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനുള്ള കൃത്യമായ സോഴ്സ് രേഖ കൈവശം വേണമെന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാണ് എന്നെ പോലീസ് പറയുന്നത്. തുടർന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇയാൾ വരികയും ചെയ്തിരുന്നത്. വാഹന പരിശോധനയാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയ്ക്കിടെ എന്നാണ് ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. തുടർന്ന് വാഹനത്തിൽ ഇങ്ങനെ ഇത്രയധികം പണം കണ്ടെത്തുകയായിരുന്നു. ചോദിച്ച സമയത്ത് കൃത്യമായി ആ മറുപടി ലഭിക്കുകയും ചെയ്തില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വടകര ടൗൺ ഹാളിന് സമീപത്ത് വെച്ചാണ് ഡാൻസാഫിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആ പണം ഏതായാലും പിടികൂടി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്ന് വടകര പോലീസ് അറിയിക്കുകയാണ്. പൂജ. ശരി, കോഴിക്കോട് നിന്നും രാഹുൽ കെ വി ആണ് വിവരങ്ങൾ.